ഉള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് ഏതാണ്ട് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. ജയതിലകിൻ്റെ പേര് തീരുമാനമായിരിക്കുന്നു. ഇന്ന് ചേർന്ന യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനമാണ്. അതിൽ പാലോട് വിവരങ്ങളുമായി. അതിലിപ്പോൾ ജയതിലക് ചീഫ് സെക്രട്ടറി എന്നുള്ള വാർത്ത ഉറപ്പിക്കുകയാണ് അല്ലേ? മന്ത്രിസഭാ യോഗം ആ പേരിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ട് പേരുകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള മനോജ് ജോഷി കേരളത്തിലേക്ക് വരാൻ സന്നദ്ധനാകുമോ എന്നതായിരുന്നു ചോദ്യം. അത് ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചതോടെ ജയതിലക് എന്ന പേരിലേക്ക് എത്തുകയാണ്. പലതരം വിവാദങ്ങളുണ്ട്. ഇടക്കാലത്ത് പല രൂപത്തിൽ പ്രശാന്തിന്റേതടക്കം പല രൂപത്തിലുള്ള വിവാദങ്ങൾക്കിടെയാണ് ആ വിവാദത്തിലെ പ്രധാന നായകനാകുന്ന ജയതിലക് IAS ഇപ്പോൾ ധനകാര്യ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ജയതിലക് ചീഫ് സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നത്. അല്പം മുൻപാണ് മന്ത്രിസഭാ യോഗം അവസാനിച്ചത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ജയതിലകിനെ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം തന്നെ ഇപ്പോഴുള്ള നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ വിരമിക്കും. സ്ഥാനമൊഴിയും. ആ സ്ഥാനത്തേക്ക് ജയതിലകിനെ നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭ എടുത്തിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ വന്നിരിക്കുന്ന തീരുമാനമാണ്. നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഈ മാസം 30-ന് വിരമിക്കുകയാണ്. അപ്പോൾ ആരാകും പിൻഗാമി എന്നുള്ള ചർച്ചയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കേരള കേഡറിൽ ഏറ്റവും സീനിയർ മനോജ് ജോഷിയാണ്. 1989 ബാച്ചിലെ മനോജ് ജോഷി പക്ഷേ സർവീസിലുണ്ടെങ്കിലും ഡൽഹിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. അദ്ദേഹം മടങ്ങിയെത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ പേര് ആ സ്ഥാനം ജയതിലകിലേക്ക് എത്തുന്നത്. 50ാമത് ചീഫ് സെക്രട്ടറിയായി ജയതിലക് മാറുന്നു. 91 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ധനവകുപ്പിൽ നിലവിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ജയതിലക്. നമ്മളാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം ആദ്യം റിപ്പോർട്ട് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ജയതിലക് എന്ന പേര് വലിയ രീതിയിൽ ഈ ഘട്ടത്തിൽ വിവാദമായിട്ടുണ്ട്. പേര് ഒരുപാട് സമയം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം IAS ചേരിപ്പോരിൽ ഒരു വശത്ത് ജയതിലകിൻ്റെ പേരുണ്ടായിരുന്നു. ഗോപാലകൃഷ്ണന്റെ സംരക്ഷകനായി ജയതിലകിനെ വിമർശിക്കുന്നുണ്ടായിരുന്നു. പ്രശാന്തുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. പ്രശാന്ത് ജയതിലകിനെതിരെയാണ് ഒരു യുദ്ധത്തിന് ഇറങ്ങിയത് തന്നെ. ആ വിഷയത്തിൽ ആണ് അല്പം 2 ദിവസം മുമ്പ് ചീഫ് സെക്രട്ടറി പ്രശാന്തിൽ നിന്നും ഹിയറിംഗ് നടത്തിയത്. ആ ഹിയറിംഗിലും ജയതിലകിനെതിരായ ആരോപണങ്ങൾ അദ്ദേഹം തുടർന്നിട്ടുണ്ട്. ഇനി ജയതിലക് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ പ്രശാന്തിൻ്റെ കാര്യത്തിലുള്ള തീരുമാനം എന്താകും എന്നുള്ളതും പ്രധാനമാണ്. പ്രശാന്ത് ചീഫ് സെക്രട്ടറി ജയതിലകിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ എത്രത്തോളം തയ്യാറാകുമെന്നുള്ള വിഷയം കൂടി അവിടെ നിൽക്കുന്നു. ജയതിലക് എന്ന പേര് ഉറപ്പിക്കുകയാണ്. അല്പം മുമ്പ് മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനമാണ്. അതിൽ പാലോട് തുടരുന്നുണ്ട്. അതിലിപ്പോൾ ജയതിലക് ചീഫ് സെക്രട്ടറി സ്ഥാനം ഉറപ്പിക്കുകയാണ്. 30-ാം തീയതി ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ദിവസം തന്നെ സ്ഥാനമേൽക്കും അല്ലേ? ഉറപ്പായും ആ സമയം തന്നെ സ്ഥാനമേൽക്കും എന്നുള്ളതാണ്. 2026 ജൂൺ വരെ ജയതിലകിന് കാലാവധിയുണ്ട് എന്നുള്ളതാണ്. സ്മൃതി പറഞ്ഞതുപോലെ മനോജ് ജോഷി 1989 ബാച്ച് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് കേരള കേഡറിൽ സീനിയർ ഉദ്യോഗസ്ഥൻ. എന്നാൽ ഡൽഹിയിലെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് മടങ്ങിയെത്താനുള്ള സാധ്യത കുറവാണെന്ന് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു. അത് ശരിയാവുകയാണ്. മടങ്ങി വരുന്നില്ല, കേരളത്തിലേക്ക് മടങ്ങി വരാനില്ല എന്ന് മനോജ് ജോഷി വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ജയതിലകിന്റെ പേര് നറുക്ക് വീഴുന്നത്. 1991 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ധനവകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ജയതിലക്. ചീഫ് സെക്രട്ടറിയായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 50ാമത് ചീഫ് സെക്രട്ടറിയാണ്. 49ാം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒഴിയുന്ന സ്ഥാനത്തേക്ക് ഈ മാസം 30-നാണ് ശാരദാ മുരളീധരൻ സ്ഥാനമൊഴിയുന്നത്. ആ കസേരയിലേക്ക്, ചീഫ് സെക്രട്ടറിയുടെ കസേരയിലേക്ക് ജയതിലക് വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനം. സർക്കാർ വിവാദങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരും. പ്രശാന്തിന്റേതടക്കം പലതരം വിവാദങ്ങൾ, IAS തലപ്പത്തെ ഭിന്നതയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളിലും നായകനായിരുന്നു ജയതിലക് എന്ന് നമുക്കറിയാം. വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒരു ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക്, ബ്യൂറോക്രസിയുടെ വളരെ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നു. മന്ത്രിസഭാ യോഗം അങ്ങനെ ഒരു തീരുമാനം, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മനോജ് ജോഷി മടങ്ങിയെത്താത്തതിന് പിന്നിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ IAS ലോബിക്കകത്ത് നടക്കുന്ന ഏറ്റുമുട്ടലുകളുടെ ഒരു തുടർച്ചയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മനോജ് ജോഷി മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ അദ്ദേഹം പോകാൻ കാരണം തന്നെ KM എബ്രഹാമുമായുള്ള ഉരസലിനെ തുടർന്നാണ്. 2150 കോടിയുടെ മസാല ബോണ്ടിൻ്റെ 9.723% പലിശ കൊള്ളപ്പലിശയാണെന്ന നിലപാടായിരുന്നു അന്നത്തെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന മനോജ് ജോഷി എടുത്തത്. അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസും അതിനോട് യോജിച്ചിരുന്നു. ഇവരുടെ രണ്ടുപേരും എതിർപ്പ് മറികടന്നാണെന്ന് 2150 കോടിയുടെ മസാല ബോണ്ട് കിഫ്ബി എടുത്തത്. അന്ന് മുതൽക്ക് തന്നെ അവിടെ ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. ആ ഏറ്റുമുട്ടലിനൊടുവിലാണ് അദ്ദേഹം
ഡൽഹിയിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് പോയത് എന്നൊരു കാര്യം കൂടിയുണ്ട്. CV പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ ഡോക്ടർ A ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറി ആകുമ്പോൾ IAS പോര് ഏത് തലത്തിലേക്ക് എത്തും എന്ന ഒരു ഉദ്വേഗം കൂടി അതിനൊപ്പം ഉണ്ടാവുകയല്ലേ? കാരണം M പ്രസാദുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനത്തിലേക്ക് പോകും? അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ നീട്ടുമോ? അദ്ദേഹം തിരിച്ചെത്തുമോ? തിരിച്ചെത്തിയാൽ ജയതിലകിന് കീഴിൽ പ്രതികരിക്കാതെ പ്രശാന്ത് തുടരുമോ? നിരവധി ചോദ്യങ്ങളുണ്ട്. ഉറപ്പായും സമീപകാലത്ത് ഇല്ലാത്ത നിലയിൽ ചീഫ് സെക്രട്ടറി ഒരു വാർത്താ കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് ഈ തീരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സ്മൃതി, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ നാളുകളിൽ ഏതാണ്ട് 5 മാസത്തിലേറെയായി സംസ്ഥാനത്ത് ജയതിലക് IASനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് N പ്രശാന്ത് IASന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വിമർശനങ്ങൾ മാത്രമല്ല, വെറും ആരോപണങ്ങൾ മാത്രമല്ല, തെളിവുകൾ സഹിതമുള്ള രേഖകളടക്കം നിലവിലുള്ള ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടും അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന ആരോപണം ശക്തമായി തുടരുന്നതിനിടെയാണ് ജയതിലക് തന്നെ ചീഫ് സെക്രട്ടറിയായി മാറുന്നത് എന്നുള്ളതാണ് ഇതിലൊരു ശ്രദ്ധേയമായ ഒരു കാര്യം. നിലവിൽ N പ്രശാന്തിനെതിരായ ആരോപണങ്ങൾ ചീഫ് സെക്രട്ടറി അന്വേഷിക്കുന്ന ഈ ഘട്ടത്തിൽ, ആ ഹിയറിംഗ് ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന ഘട്ടത്തിൽ അതിലുള്ള നടപടികൾ നിലവിലുള്ള ചീഫ് സെക്രട്ടറി പൂർത്തിയാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായി ജയതിലകിനെതിരായ ആരോപണങ്ങൾ പരിശോധിക്കേണ്ടത് ഇനിയിപ്പോൾ സ്ഥാനത്ത് വരാൻ പോകുന്ന ജയതിലക് തന്നെ ആയിരിക്കും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. സീനിയറായ മനോജ് ജോഷിയെ മറികടന്നുകൊണ്ട് ജയതിലക് ചീഫ് സെക്രട്ടറി ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമീപകാലത്ത് ചീഫ് സെക്രട്ടറിമാരൊന്നും അങ്ങനെ വാർത്താ താരങ്ങളായി മാറിയില്ല എങ്കിൽ ഇനിയിപ്പോൾ കഥ തിരിച്ചായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ പ്രശാന്തിൻ്റെ സംസാരത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം കോഫി വിത്ത് അരുണിൽ പ്രശാന്ത് സംസാരിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് പ്രശാന്ത് നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ ജയതിലകിനെതിരെ പ്രശാന്ത് ഉയർത്തിയ ആരോപണങ്ങൾ അത് ആര് അന്വേഷിക്കും, ആരായിരിക്കും അത് പരിശോധിക്കുക? ഇനിയിപ്പോൾ സസ്പെൻഷൻ കാലാവധി അധികം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം പ്രശാന്തിനുണ്ട്.